മാഡം മാഡം ആരാ നിങ്ങള്? നമസ്കാരം മാഡം. നമസ്കാരം, പറയൂ. മാഡം, നമ്മുടെ നാട്ടിൽ വൈറൽ ഫീവർ കൂടുതലായി സ്പ്രെഡ് ആവുന്നുണ്ടല്ലോ. അതെ. അതുകൊണ്ട് ഞങ്ങൾ വീട് ഇവിടെ ചെന്ന് ഫ്രീ ആയി ഇഞ്ചക്ഷൻ ചെയ്യാണ് മാഡം. ഇത് ഗവൺമെന്റ് ഓർഡറാണ്. അതെയോ? ഇത് കൊള്ളാലോ, വീട്ടിൽ തന്നെ വന്ന് ഇഞ്ചക്ഷൻ ഇടുക. അതെ മാഡം. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരാ ഉള്ളത്? ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ് ഒന്ന് വിളിക്കോ, ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചോ. അദ്ദേഹം ഇവിടെ ഇല്ല, രാവിലെ ഓഫീസിൽ പോയി. അങ്ങനെയാണോ? ശരി, അദ്ദേഹം എപ്പോഴോ ഓഫീസിൽ നിന്ന് മടങ്ങി വരിക? അദ്ദേഹം വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരൂ. ഓക്കെ. മാഡം, നിങ്ങളുടെ നാട് എവിടെയാ? എനിക്ക് തൃശ്ശൂരിനടുത്തൊരു ചെറിയ ഗ്രാമമാണ്. ഓക്കെ, നിങ്ങളെ കണ്ടാലേ അറിയാം നിങ്ങൾ തൃശ്ശൂരുകാരിയാണെന്ന്. ആഹാ. ശരി മാഡം, നിങ്ങളെ ഭർത്താവില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കിപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാലോ. അതൊന്നും വേണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തോളാം. ഇല്ല മാഡം, ഹോസ്പിറ്റലിൽ ഇതിന് ഇഞ്ചക്ഷൻ ഉണ്ടാവില്ല. വീട്ടിലേക്ക് ചെന്നാണ് ഇഞ്ചക്ഷൻ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ ആദ്യം ഇട്ടോളൂ മാഡം. അതെയോ? വേണമെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോട് ഒരു വാക്ക് ചോദിച്ചോളൂ. ശരി, ഞാൻ വേണമെങ്കിൽ കോൾ ചെയ്ത് അദ്ദേഹത്തോട് വരാൻ പറയട്ടെ. കോൾ ചെയ്ത് വരാൻ പറയാൻ പോവാണോ? ഇല്ല, കുഴപ്പമില്ല മാഡം, അത്രയ്ക്ക് അർജന്റൊന്നുമില്ല. ഞങ്ങൾ ദിവസേന ഇവിടേക്ക് വരും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങളുടെ ഭർത്താവിന് ഇഞ്ചക്ഷൻ ചെയ്തേക്കാം. ഇപ്പോഴത്തേക്ക് നിങ്ങൾ മാത്രം ചെയ്തോളൂ. അപ്പോൾ ഓക്കെ അല്ലേ? ശരി മാഡം, ഈ ചൂടത്ത് വീട് വീടായി ചെന്ന് എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്. ഒരു ഫോർമാലിറ്റിക്ക് പോലും വീട്ടിനകത്തേക്ക് വിളിക്കില്ല മാഡം. അയ്യോ സോറി, അകത്തേക്ക് വരൂ. മാഡം, ഒന്ന് കൈ കാണിക്കോ? ഒരു മിനിറ്റ്. മാഡം, ഇത് ഹെവി ഡോസ് മരുന്നാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തലകറക്കം വല്ലതും വന്നാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ ശരി. ഇതെന്താ തല കറങ്ങുന്നല്ലോ? മാഡം, എന്തു പറ്റി? മാഡം, എന്താ പറ്റിയത് മാം? ഒന്നുമില്ല. മാഡം, ഒരു മിനിറ്റ്, ബെഡ്റൂമിലേക്ക് ഞാൻ തന്നെ കൊണ്ടുപോകാം. സൂക്ഷിക്കണേ. വല്ലാതെ തല കറങ്ങുന്നു. റെസ്റ്റ് എടുത്താൽ എല്ലാം ശരിയായിരിക്കുന്നേ. നോക്കി വരണേ മാം. മെല്ലെ. വന്ന കാര്യം കഴിഞ്ഞു. സ്വർണം ഒരുപാടുണ്ടല്ലോ. സ്വർണം വെക്കുന്ന വിലയ്ക്ക് ഇവളുടെ കഴുത്തിൽ ഇത്രയും സ്വർണങ്ങളോ? ഇത് ഒന്ന് വിറ്റാൽ മതിയല്ലോ, 40 കൊല്ലത്തേക്ക് അടിച്ചു പൊളിക്കാം.